ഫേസിലുള്ള ഡൾനെസ് മാറ്റിയെടുക്കാനായിട്ട് നമുക്കിന്ന് ബീട്രൂട്ട് പൗഡർ വെച്ചിട്ടൊരു ഫേസ് മാസ്ക് ഇട്ടാലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബൗളിലേക്ക് ബീട്രൂട്ട് പൗഡർ 1 ടീസ്പൂണ്, അതുപോലെ 2 ടീസ്പൂൺ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്, തണുത്തിട്ടുള്ള കട്ട തൈരാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ തേനെടുക്കുക. ഇനി തൈരിന് പകരം പാലെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൗഡർ ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക, നല്ലതുപോലെ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോകും. പിന്നെ ഉണങ്ങാനുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ഉണങ്ങാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ടണോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പോഞ്ചോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തുടച്ച് കളയാം കേട്ടോ. തുടയ്ക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു പിങ്കിഷ് കളറായിട്ട് നമ്മുടെ ഫേസ് കിട്ടിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ തടയാനും അതുപോലെ ഗ്ലോ ആക്കാനും വേണ്ടിയിട്ട് ബീട്രൂട്ട് പൗഡർ അടിപൊളിയാണ്. 100% പ്യുവർ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മാത്രമല്ല ഏത് സ്കിൻ ടോണിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സ്കിന്ന് നല്ല ക്ലെൻസിങ് ആയിട്ട് ഗ്ലോ ആകാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് പൗഡർ കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ തുടച്ചെടുക്കുക. എല്ലാ ഭാഗത്തും നല്ലപോലെ തുടച്ചെടുത്തിട്ട് ഫേസ് എന്ത് ചെയ്യുക, നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ടവലും ഉണ്ടോ അല്ലെങ്കിൽ തോർത്തുമുണ്ടും ഉണ്ടോ നല്ലപോലെ ഫേസ് തുടച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ട പിങ്കിഷ് കളർ വന്നില്ലേ നമ്മുടെ ഫേസിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ.